ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചീരൻ്റെ ഇല തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ മുറിച്ച് വെച്ച്, പിന്നെ തിരുമ്പാനുള്ളത് തിരുമ്പി അതൊന്ന് തോരയിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോകാം. ഞങ്ങൾക്ക് താഴത്ത് സ്ഥലമൊന്നും ഇല്ലാത്ത കാരണമാണ് മുകളിൽ ഉണക്കാടാൻ കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെയിലൊക്കെ വരുമ്പോഴേക്കും ഉണക്കായിട്ടിട്ട് വേഗം താഴത്തേക്ക് പോകാമല്ലോ വിചാരിച്ചിട്ടാണ് വേഗം ആ പണി കഴിഞ്ഞ്. പിന്നെ ഉണക്കലുണ്ടായിരുന്നു, അത് നന്നാക്കി വെച്ചു, കഴുകി അവിടെ വെച്ചു. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, പാത്രം കഴുകി. പിന്നെ ഗ്യാസിന് 2 അടുപ്പത്തായിട്ടാണ് വെച്ചത്. ഒന്നിൽ തോരനും ചീരത്തോരൻ, ഒന്നിന് സാമ്പാർ പറയാൻ വലിയ കഷ്ണങ്ങളൊന്നുമില്ല, എന്നാലും ഒരു വെണ്ടയ്ക്കയും ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടിയിട്ട് ഒരു ചെറിയ സാമ്പാർ. പിന്നെ ചീരൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കി വെച്ചു, തോരനുണ്ടാക്കും. ചീരൻ്റെ ഇല ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം, എന്നാലേ വേഗം പണികൾ കഴിയുള്ളൂ. അപ്പോൾ സാമ്പാറിനുള്ള പൊടികളും ഇതൊക്കെ ഇട്ട് വേഗം അത് റെഡിയാക്കി. പിന്നെ സാമ്പാറായി കഴിഞ്ഞതും പിന്നെ ഉണക്കൽ നമുക്ക് ഉണ്ടാക്കണ്ടേ. ഉണക്കൽ വേഗം കഴുകി അതിൽ മുളകൊക്കെ തേച്ച് അത് അടുപ്പത്ത് വെച്ച് അതിൻ്റെ മേലെ ഞങ്ങൾ കുറച്ച് പച്ചമുളകൊക്കെ ഇടും കേട്ടോ. പച്ചമുളക് അതിൽ കൂടെ കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറല്ലേ. ഉണക്കൽ പൊരിച്ചതും പച്ചക്കറി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പിന്നെ ചോറിങ്ങനെ അടിച്ച് പൊളിച്ച് പോകും. അപ്പോൾ തന്നെ ചോറുണ്ടാകാനൊരു പൂതി. അപ്പോൾ ചോറൊക്കെ വേഗം വിളമ്പി, ചോറും സാമ്പാറും പിന്നെ ഉണക്കൽ പൊരിച്ചതും കുറച്ച് അച്ചാറും ചീരത്തോരനും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവരും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.